ഇനി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസംഗത്തിനിടെ മന്ത്രിയെ തിരുത്താൻ ശ്രമിച്ച KSRTC ജീവനക്കാരൻ. ഓഫീസ് സമരം തെറ്റ് തന്നെയാണ്. ആ തെറ്റിന്റെ ഫലമായി ഈ സ്ഥാപനത്തിലെ സാധാരണക്കാരായ ജീവനക്കാർക്ക് 2 ദിവസം സ്വാതന്ത്ര്യം തന്നോണ്ട് തലയേക്കാറല്ലേ അവിടെ അതൊന്നും വേണ്ട, ആ വേലൊന്നും വേണ്ട അവിടെ. അപ്പൊ അങ്ങനെ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സമരം ചെയ്യാം. മഹാത്മാഗാന്ധി സമരം ചെയ്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള സമരം ചെയ്തത് കൊണ്ട് 2 ദിവസം വൈകി, 2 മാസം വൈകിയത്. ഇനി തിങ്കളാഴ്ച കിട്ടുള്ളൂ. പാലക്കാട് ഡിപ്പോയിലെ കണ്ടക്ടർ മുരുകേശനാണ് പ്രതിഷേധിച്ചത്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെ ശീതീകരിച്ച വിശ്രമമുറികളുടെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് സംഭവം. മുരുകേശന്റെ പ്രതിഷേധത്തിൽ മന്ത്രിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇനി മുരുകേശന്റെ പ്രതികരണത്തിലേക്ക്. മുരുകേശൻ പറഞ്ഞു ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സമരം ചെയ്യാം. മഹാത്മാഗാന്ധി സമരം ചെയ്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള സമരം ചെയ്തത് കൊണ്ട് 2 ദിവസം വൈകി, 2 മാസം വൈകി. മന്ത്രി സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം കയറി സംസാരിക്കുന്നത്. ബിനിലുണ്ട് വിവരങ്ങളുമായിട്ട്. ബിനിൽ, സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രതികരണം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റിയാണ് മന്ത്രി പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്തെന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നില്ല. എന്താണ് ഉണ്ടായത്? അതിനുശേഷമുള്ള മന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ KSRTC ജീവനക്കാർക്ക് ശീതീകരിച്ച വിശ്രമമുറി അടക്കമുള്ള സൗകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ചീഫ് ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തെക്കുറിച്ച് മന്ത്രി പ്രതിപാദിച്ചത്. ആ ഒരൊറ്റ സമരം കൊണ്ട് KSRTC ജീവനക്കാർക്ക് കിട്ടേണ്ട ശമ്പളം 2 ദിവസം മുടങ്ങിപ്പോയി എന്നാണ് മന്ത്രി പറഞ്ഞത്. അനാവശ്യമായ സമരമായിരുന്നു. ഇത്തരത്തിലുള്ള സമരങ്ങൾ തെറ്റായ സന്ദേശം നൽകുന്നു എന്നതായിരുന്നു മന്ത്രിയുടെ വിമർശനത്തിന്റെ കാതൽ. പക്ഷേ ആ മന്ത്രി ഈ സമരത്തെ വിമർശിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സദസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ മുരുകേശൻ എഴുന്നേൽക്കുകയും അതിനെ എതിർക്കുകയും ചോദ്യം ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പോൾ തന്നെ മന്ത്രി പറഞ്ഞത് നമ്മൾ നേരത്തെ കേട്ടിരുന്നു. മന്ത്രി പറഞ്ഞു അതൊന്നും വേണ്ട, നിങ്ങൾ അവിടെ ഇരിക്കൂ, അതൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഇരിക്കൂ എന്ന് പറഞ്ഞ് മന്ത്രി മുരുകേശനെ ഇരുത്തുകയും ചെയ്തു. പക്ഷേ മന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ ഈ സമരത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ആ വിമർശനം ഉൾക്കൊള്ളാൻ ജീവനക്കാരന് കഴിഞ്ഞില്ല എന്നതാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ സംഘടനകളാണ് തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസിൽ സമരം ചെയ്തത്. ആ കൂട്ടത്തിൽ BMS യൂണിയനും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാലക്കാട്ടെ BMS യൂണിയനിൽപ്പെട്ടയാളാണ് മുരുകേശൻ എന്നാണ് ഇവിടുത്തെ KSRTC അധികൃതരൊക്കെ തന്നെ വിശദീകരിക്കുന്നത്. എന്തായാലും ഈ കെ ബി ഗണേഷ് കുമാറിന്റെ ആ വിമർശനത്തെ ഈ ജീവനക്കാരന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ KSRTCയിലെ മുഴുവൻ ശമ്പളവും ഈ ഒരു സമരം കൊണ്ട് മുടങ്ങി എന്നതായിരുന്നു മന്ത്രി ഉദ്ദേശിച്ചത്. കാരണം ആ ദിവസം ജീവനക്കാർക്ക് ആ ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ആ ഓഫീസിനുള്ളിൽ ജീവനക്കാർ എത്തിയിരുന്നുവെങ്കിൽ 2 ദിവസം മുൻപേ തന്നെ നിങ്ങൾക്ക് ശമ്പളം കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ ശമ്പളത്തിന് തിങ്കളാഴ്ച വരെ കാത്തിരിക്കണമെന്നാണ് മന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ സമരത്തെ വിമർശിച്ച ശേഷം മന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു. ഇനി KSRTCയിൽ 1-ാം തീയതി തന്നെ ശമ്പളം നൽകും. അതിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞു. ആ കാര്യങ്ങൾ പറയുമ്പോഴും ഈ വിമർശനവും എതിർപ്പും മുരുകേശന്റെ ഭാഗത്ത് നിന്ന് തുടരുകയും ചെയ്തു. കാരണം മന്ത്രി സമരത്തെ തള്ളിപ്പറഞ്ഞു, സമരത്തെ ചോദ്യം ചെയ്തു. അതാണ് പെട്ടെന്ന് ഈ കണ്ടക്ടറെ ചൊടിപ്പിച്ച സംഭവം.